നമസ്കാരം. വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. പ്രതീക്ഷിച്ചതു തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രസ്ഥാനത്തിനും കേരളത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ത്യാഗസമ്പന്നരായ നിരവധി നേതാക്കളെ അവഗണിച്ചുകൊണ്ട് AK ഗോപാലൻ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, P കൃഷ്ണപിള്ള, EK നായനാർ, PK വാസുദേവൻ നായർ, C അച്യുതമേനോൻ, ഏറ്റവും ഒടുവിൽ കേരളം നെഞ്ചേറ്റിയ VS അച്യുതാനന്ദൻ. ഇങ്ങനെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ബോധത്തെ വളർത്തിയെടുത്ത ഏറ്റവും ലളിതമായ രീതിയിൽ അധികാര ജീവിതത്തിൽ മുന്നോട്ടു പോയ ഈ മഹാപ്രതിഭകളെയൊക്കെ അവഗണിച്ചുകൊണ്ട്, ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരൊറ്റ വ്യക്തിയുടെ പടം വെച്ച് പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ഒരു പ്രചരണം നടന്നപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായി എന്നതിനെ സംബന്ധിച്ചും തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. കണ്ണൂർ മേഖലയിൽ 40കളിലൊക്കെ ജനിച്ചവരെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് 8 or 9 വയസ്സാകുമ്പോഴാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 5 വയസ്സ് 6 വയസ്സ് എന്ന രീതിയിൽ ജനനത്തീയതി ക്രമീകരിച്ച് പറഞ്ഞ് വിദ്യാലയങ്ങളിൽ പേര് നൽകാറുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ 90ൻ്റെ താഴെ പ്രായമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുതുകിളവനെ കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെയും മുഖമായി അവതരിപ്പിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യഥാർത്ഥ ഇടതുപക്ഷം ഒരു തീരുമാനമെടുത്തു. ഈ വികലമുഖം ഇനി ഇടതുപക്ഷത്തിൻ്റെ മുഖമാകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലേറാൻ കാരണം. 102 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും സ്വന്തം ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും എന്നൊക്കെ വീമ്പിളക്കി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ 10 ദിവസമോ 15 ദിവസമോ 1 മാസമോ വൈകുന്നത് കൊണ്ട് വിരോധമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിലും 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മെയ് 23-നോ 24-നോ ആണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. പക്ഷേ അന്ന് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു കീറാൻ വിഷയങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. ആരാണ് മുഖ്യമന്ത്രി എന്ന ചർച്ചയിൽ ഇതുപോലെയുള്ള ലക്ഷണം കെട്ട ജനാധിപത്യ വിരുദ്ധ പ്രക്രിയകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന് ഈ കേരള നാടിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദാത്തരായ രാഷ്ട്രീയ നേതാക്കളുടെ ചേരിതിരിവല്ല നമ്മൾ കാണുന്നത്. അധികാരത്തിൻ്റെ അപ്പക്കഷണങ്ങൾ എങ്ങനെ പങ്കുവെക്കണമെന്ന്, എന്തിനിങ്ങനെ അനാവശ്യമായ വിവാദമുണ്ടാക്കുന്നു? തെരഞ്ഞെടുക്കപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നിയമസഭാ സാമാജികരെയും ഒരു സ്ഥലത്ത് വിളിച്ചുകൂട്ടി ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ച് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നതാണ് ജനാധിപത്യ രീതി. അതിനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുക. അത് VD സതീശനാകാം, രമേശ് ചെന്നിത്തലയാകാം. പക്ഷെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ എന്തിന് നിയമസഭാ സാമാജികർ തിരഞ്ഞെടുക്കണം? K സുധാകരൻ കണ്ണൂരിൽ തനിക്ക് മത്സരിക്കണമെന്ന് വാശി പിടിച്ചതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം അന്ന് പറഞ്ഞത് ലോക്സഭാ അംഗങ്ങൾ ആരും മത്സരിക്കേണ്ട എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിയമസഭാ സാമാജികരായി തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളെ എന്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം? അത്രയ്ക്ക് വലിയ ദിവ്യന്മാർ ആരാണുള്ളത് എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ യഥാർത്ഥ ഇടതുപക്ഷ ബോധമാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചത്. ആ ജയിച്ച കോൺഗ്രസ് തങ്ങൾക്ക് കിട്ടിയ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കുന്നതിന് പകരം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ തല്ലുകൂടാൻ തുടങ്ങിയാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ഭരണം 5 വർഷം തികയ്ക്കുകയില്ല. ആര് മുഖ്യമന്ത്രി പദത്തിൽ വന്നാലും സ്വസ്ഥമായ ഒരു ഭരണം കേരളം പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതു നിമിഷവും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കും എന്നതിൽ തർക്കമില്ല. ജനാധിപത്യം ഇവർ കശാപ്പു ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട്
ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ അപ്പനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങനെ എല്ലാവരും ഒരു കോൺഗ്രസ് സംസ്കാരത്തിലുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെയൊക്കെ ഒരു 10-14 വയസ്സാകുമ്പോൾ എന്തോ ഞാൻ കോൺഗ്രസ് വിമുഖത എന്നിൽ പ്രകടമാക്കി. എങ്കിലും അന്നത്തെ നേതാക്കളായിരുന്ന കരുണാകരനെ പോലെയുള്ളവർ, പി ജോർജിനെ പോലെയുള്ളവർ, AC ജോർജിനെ പോലെയുള്ളവർ, അങ്ങനെ അന്നത്തെ പരിണതപ്രജ്ഞരായ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഒരു 10-13 വയസ്സ് മുതൽ അവരൊക്കെ അടുക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരോടൊക്കെ ഒരു വല്ലാത്ത ബഹുമാനം തോന്നിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കരുണാകരനായിരുന്നു. ഏതാണ്ട് ഒരു 13 വയസ്സ് മുതലാണ് ഞാൻ കരുണാകരനെ നേരിട്ട് കാണാൻ തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ തൃശ്ശൂർ രാമനിലയത്തിന് മുൻപിൽ മുരിയാട് കർഷക സമരത്തിൻ്റെ ഭാഗമായ രാപ്പകൽ സത്യാഗ്രഹം നടത്തുമ്പോൾ 2007 ആഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1-ാം തീയതി ഞാൻ അദ്ദേഹത്തെ അവസാനമായി കാണുന്നു. അന്നുവരെയുള്ള അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കരുണാകരനായിരുന്നു. അങ്ങനെയുള്ള കരുണാകരനെ പോലെയുള്ളവർ വളർത്തിയെടുത്ത ഈ കോൺഗ്രസ് പ്രസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺഗ്രസ് കുടുംബം, അവിടെ ജനിച്ച ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ടും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോയില്ല. കാരണം അത് ചില നിലപാടുകളുടെ ഭാഗമാണ്. പക്ഷേ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോടൊക്കെ, എൻ്റെ വീട്ടിലടക്കം, ഞാൻ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ ഇന്ന ആൾക്ക് സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് എനിക്ക് പ്രിയപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്നിലെ ഇടതുപക്ഷ ബോധം, നിലവിലുള്ള ഇടതുപക്ഷത്തിൻ്റെ വിവരമില്ലായ്മ അല്ലെങ്കിൽ ഈ അഹങ്കാരം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് എന്നിലെ ഇടതുപക്ഷക്കാരൻ പറഞ്ഞത് ഇത്തവണ ഈ അഭിനയ ഇടതുപക്ഷം തോറ്റേ മതിയാകൂവെന്ന്. അപ്പം അങ്ങനെ എന്നെപ്പോലെയുള്ളവർ ചിന്തിച്ചതിൻ്റെ ഫലമാണ് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയ അധികാരം. പക്ഷേ ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നാറ്റിക്കാവുന്ന അത്ര ഇവർ നാറ്റിച്ചു കഴിഞ്ഞു. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇതിൽ സന്തോഷിക്കുന്നുണ്ടാവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ജനാധിപത്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഏറ്റവും അശ്ലീലമായ പദം, എന്നെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അശ്ലീലമായ പദമാണ്. എങ്ങനെയാണ് ചിലരൊക്കെ അവിടെ ഇത്ര വലിയ മേധാവിത്വം നേടിയെടുത്തത് എന്ന് കോൺഗ്രസ്സുകാർക്കടക്കം അറിയാം. അവർ അടക്കം പറയുന്ന കുറേ കഥകളുണ്ട്. ഡൽഹി രാഷ്ട്രീയത്തിൽ 4 പതിറ്റാണ്ടിൻ്റെ പരിചയമുണ്ട് എനിക്ക് എൻ്റെ നാട് പോലെ തന്നെ ഡൽഹിയിൽ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ അവിടെ ഹൈക്കമാൻഡായി മാറിയവരുടെ യഥാർത്ഥ ചെയ്തികൾ എന്താണെന്ന്, എങ്ങനെയാണ് അവർ ഹൈക്കമാൻഡായി മാറിയതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതൊക്കെ വ്യക്തിപരമായ കാര്യവും സഭ്യമല്ലാത്ത കാര്യങ്ങളുമായതുകൊണ്ട് ഇത്തരം വീഡിയോകളിൽ അത് പരാമർശിക്കുന്നതിൽ അർത്ഥമില്ല. ആ അശ്ലീലം തന്നെയാണ് ഇപ്പോഴും നമുക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നത്. എങ്ങനെ കേരളം രക്ഷപ്പെടും? തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫലം എന്നെപ്പോലെയുള്ളവരെ ഒരിക്കലും വല്ലാതെ സന്തോഷിപ്പിക്കുന്നില്ല. അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇടതു ഭരണമെന്ന പേരിൽ നടന്ന ഈ ദുരന്ത ഭരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്തു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. അവരുടെ തീരുമാനത്തിൻ്റെ ശരിയും തെറ്റുമൊക്കെ കാലം തീരുമാനിക്കേണ്ടതാണ്. ഞാൻ എന്നെപ്പോലെയുള്ള ഇടതുപക്ഷ മനസ്സുള്ളവർ ഭയപ്പെടുന്നത് എവിടെയൊക്കെ ഇടതുപക്ഷം ദുർബലമാകുന്നുണ്ടോ അവിടെയൊക്കെ തീവ്രമായ വലതുപക്ഷം ശക്തി പ്രാപിക്കും. തീവ്ര വലതുപക്ഷം എന്ന് പറയുമ്പോൾ അതിന് ഫാസിസത്തിൻ്റെ മുഖമുണ്ടാകും. ഫാസിസം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ഒരു തത്വശാസ്ത്രത്തിൻ്റെയോ കുത്തകയല്ല. ഫാസിസത്തിൻ്റെ മുഖം മൂടി കമ്മ്യൂണിസത്തിനും ചേരും, കോൺഗ്രസിനും ചേരും, BJPക്കും ചേരുമെന്ന് പല കാലങ്ങളിൽ ഇവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് കേരളം അപകടകരമായ ഫാസിസത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ കോൺഗ്രസിൽ കാണുന്ന ഈ പോരാട്ടം എന്ന് മനസ്സിലാക്കുക.
വേദനിക്കുകയല്ലാതെ വിലപിക്കുകയല്ലാതെ നമ്മൾ ജനാധിപത്യവാദികൾക്ക് മറ്റെന്തു ചെയ്യാനാകും?